ഹലോ ഗേസ്, അപ്പം ഇന്ന് നമ്മളൊരു 8-ാം തീയതി കേട്ടോ വർക്കിന് ഇറങ്ങുന്നത്. വ്യാഴാഴ്ച, സമയം 3:49 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി മുകളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കൂടി പോയ കുറച്ച് സ്കൂൾ കുട്ടികൾ എഴുതിയതാണ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് അമീൻ ആലിയ. ആ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ അല്ലേ. അപ്പം നമ്മളെ വണ്ടി ക്ലീൻ ആക്കുന്ന ഇടയിൽ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കൈനീട്ട് ട്രിപ്പ് അടിച്ചിട്ടോ. ഒരു 165 രൂപയുടെ ഒരു ഉല്ലാസം കേട്ടോ നമ്മളെ കസ്റ്റമറുടെ പേര്. അത് നമ്മളെ കൊല്ലംകുടി മുകളിലുള്ള ഒരു ഓയോ റൂമിലാട്ടോ പിക്കപ്പ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളെ ബിയിലുള്ള ട്രിപ്പൊക്കെ 0 ആക്കി. ഒരു ഹാഫ് കട്ട CNG ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്തു. നമ്മൾ അയൽവാസിന്ന് ഓടാൻ പോയിട്ടില്ല, വണ്ടിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 3-4 ട്രിപ്പും കൂടി ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:04 ആയപ്പോൾ നമ്മൾ വൈപ്പിനിലെത്തി. അവിടുന്ന് പിന്നെ നമുക്കൊരു 3-4 ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ചിലത് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു, ചിലത് എടുക്കാമെന്നു. അപ്പോൾ അവർ ഊബറുകാർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവസാനമായിട്ട് അടിച്ച 3 ട്രിപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുമെന്നാണ് അവർ മെസ്സേജിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 600 മീറ്ററിൽ പിക്കപ്പിൽ. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു ട്രിപ്പും പാട് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ്റാനിക്കര ഭാഗത്ത് കനയന്നൂർ ഭാഗത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ആ ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. 302 രൂപയാണ് നമുക്ക് കിട്ടിയത്. ടോട്ടൽ 470 ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. CNG ഒരു കട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഉദയംപേരൂരിൻ്റെ അടുത്തൊരു CNG പമ്പ് ഉണ്ട്. അവിടേക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ 4 കിലോമീറ്ററാണ് കണ്ടത്. പക്ഷേങ്കിൽ 18 മിനിറ്റ് സമയം കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം ചോദിച്ചാൽ അവിടെ ഏതൊരു പൂരം നടക്കുന്നുണ്ട് മെയിൻ റോഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്കാണ് കാണിക്കുന്നത്. 4 കിലോമീറ്ററിന് 20 മിനിറ്റ്. നമുക്ക് എന്തായാലും CNG അടിക്കൽ നിർബന്ധമായതുകൊണ്ട് ഞാൻ പിന്നെ നേരെ വണ്ടി എടുത്ത് പോയി. അപ്പോൾ അവിടെ എത്തുന്ന ഒരു 200 മീറ്റർ മുമ്പ് നമുക്കൊരു ലോക്കൽ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും നമ്മുടെ ഈ മുളന്തുരുത്തി ഭാഗത്തേക്കായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ചെറിയ തട്ടുകടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിനെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് സമയം ഒരു 10:05 ആയപ്പോൾ നമ്മൾ വീണ്ടും ഊബർ ഓൺ ആക്കിയിട്ട് വർക്കിന് ഇറങ്ങി. അവിടുന്ന് പിന്നെ നമുക്കൊരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നു CNG പമ്പിലേക്ക്. പോകുന്ന വഴിക്ക് നമ്മളെ വണ്ടിയിലെ CNG മൊത്തത്തിൽ കഴിഞ്ഞ് പെട്രോളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് അടുത്തൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പമ്പിൽ CNG ഉണ്ടായിരുന്നില്ല. ബാക്കി പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്തുള്ള പമ്പ് പേട്ടയിലുള്ള CNG പമ്പായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ CNG ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേരെ ലുലു മാളിൽ നിന്ന് ഒരു പിക്കപ്പും കൂടിയും കിട്ടി. ഇതൊക്കെ നമ്മൾ പെട്രോളാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ തൃക്കാക്കരയിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിൻഡർ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് കൂടി നേരെ പത്തടിപ്പാലം CNG പമ്പിലേക്ക് പോയി. അവിടെ പിന്നെ CNG കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു. നല്ല കുഴപ്പമില്ലാത്ത പ്രഷർ ഉണ്ടായിരുന്നു. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ടായിരുന്നു. 248 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 0 ആക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തൃക്കാക്കരയിലേക്ക് ഒരു ചെറിയ ലോക്കൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മളെ മൊബൈൽ ഷോപ്പിൽ കയറി കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോന്നു. അപ്പോൾ നമ്മളെ വള്ളത്തോളിൽ താജുദ്ദീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും കുറച്ച് നേരം കണ്ട് വർത്താനം പറഞ്ഞ് നിന്ന് അങ്ങനെ സമയം ഒരു 1:56 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും നാളെ പാക്കലാം.